അപ്പോൾ ഗൈസ് നമ്മൾ വന്നപ്പോൾ തന്നെ ഓരോരോ ഗ്ലിച്ചാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ പണി പറഞ്ഞാൽ നമുക്ക് എൻഡി പോകണം, എലൈറ്റർ എടുക്കണം. രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ എൻട്രാനെ കൊന്നിട്ട് പോകും. മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് NCT പോയിട്ട് നമുക്ക് എലൈറ്റർ എടുക്കണം. അപ്പം അതിനുള്ള പ്രിപ്പയർമെൻറ്റിലാണ് ഇപ്പം ഞാൻ. നമുക്ക് ഫസ്റ്റ് എന്താ കാട്ടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ആർമർ ട്രിമ്മുണ്ട്, സ്ട്രോങ് ഹോൾഡ് എന്നിട്ട് ആർമർ ട്രിമ്മുണ്ട്, അത് നമുക്ക് ആർമറിൽ ഫിറ്റാക്കണം വെറുതെ ഒരു ഡിസൈന്. പിന്നെ നമുക്ക് എലക്ട്രോ എടുക്കാം. നമുക്ക് ആ ചെസ്റ്റിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, അത് വേറെ കാര്യം. പിന്നെ ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഓഫ്ലൈനായി ഗ്രൈൻഡ് ചെയ്തിട്ട് എമറൽഡ് കുറേ വില്ലേജ് വാങ്ങി, റെഡ് സ്റ്റോൺ കളക്ട് ചെയ്തു, അയൺ താഴെ പോയി കളക്ട് ചെയ്തു, ഡയമണ്ട് 27 കളക്ട് ചെയ്തു. ഈ ഡയമണ്ട് കൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഈ എൻഷ്യൻ സിറ്റി പോയിട്ട് അവിടുത്തെ ട്രിം എടുക്കേണ്ടത്. അതിന് സാധനങ്ങളില്ല, അതിന് മാത്രം നമ്മുടെ അത്ര ആയിട്ടില്ല. അവിടെ വാർഡൻ ഉണ്ട്, അത് വരണ ചാൻസ് കുറവാണ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നും കൂടി ഉണ്ടാക്കണേന്ന് ബൂട്ടിന് നമ്മളെന്തായാലും മാറ്റും. അപ്പോൾ വേണ്ട ഡയമണ്ട്. ഇതെന്താണ് കുട്ടികളുടെ പട കൈസ്, 3-4 നമ്മൾ മറ്റേ സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കണം. സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാൻ ഈ സാധനങ്ങൾ പട്ടിയിലുണ്ടാവണമല്ലോ അല്ലേ. ഈ 3 കുട്ടികളെ കൊണ്ട് ശല്യമായി ഗൈസ്. അതിനെടുക്കുക, ക്രാഫ്റ്റിംഗ് ടേബിൾ ഓണാക്കുക, സ്മിത്തിങ് ടേബിൾ ഇത്ര സാധനങ്ങൾ മതിയില്ലേ. ടേബിൾ നമുക്കിപ്പോൾ അയണം, ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. 2 ഡ്രാഗനെ കിട്ടി ഗൈസ്, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഗെയിം തീർത്ത് പിന്നെ എൻഡിൽ വന്ന് ഡ്രാഗനൊക്കെ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ 2 ഡ്രാഗനൊക്കെ ഇറ്റ്സ് ഗ്ലിച്ചഡ് ആയിട്ടുണ്ട് ഗൈസ്. മൈൻക്രാഫ്റ്റ് ഒരേ ഡ്രാഗനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി, മറ്റേ ഡ്രാഗനൊക്കെ ദിസ് ഈസ് എ ഗ്ലിച്ച്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുക, ഒന്ന് നമ്മൾ സ്പോണിൽ കൊണ്ടുവയ്ക്കും, ആരെങ്കിലും വേൾഡ് കാണാൻ വരുന്നവർ കാണാൻ. മറ്റേ ഡ്രാഗനൊക്കെ ഞാൻ എൻ്റെ ബേസിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വലുതാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സ്മിത്തിങ് ടേബിൾ എടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ സ്മിത്തിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗൈസ് ഇനി ആർമർ വയ്ക്കണം. ഈ ടാബ്ലറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്മിത്തിങ് ടാബ്ലറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് എവിടെ പോവാം, നമുക്ക് എൻ്റെ ഈ പോയിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഞാൻ എൻ്റെ എത്തിയിട്ടുണ്ട്, തന്നെ എത്തി. നമുക്കിനി മറ്റേ ടെലിപ്പോർട്ട് ചെയ്യണ സാധനം കണ്ടുപിടിക്കണം. സാധനത്തിന് എന്താ പറയാന്ന് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ. NCT പോകണ മറ്റേ ടെലിപ്പോർട്ട് ചെയ്യണ സാധനം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ബിൽഡ് ചെയ്ത് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് പോയിട്ട് NCT കാണാം. ഞാൻ മുകളിലേക്ക് ബ്ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ NCTയിൽ പോകണോ അതോ നമുക്ക് വിതറിനെ കൊല്ലണോ അതോ ഒരു നല്ല ബേസ് ഉണ്ടാക്കണോ. അടുത്ത വീഡിയോയിലാണ് നമുക്ക് കുറച്ച് കാര്യത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല വല്ല ഫാം വല്ലതും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ NCTയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു വാട്ടർ ബക്കറ്റ് ML ചെയ്ത് നോക്കാം പ്രോ. ഇപ്പോൾ ഗൈസ് ഞാൻ അടുത്തവിടെ നോക്കട്ടെ. അടുത്തവിടെ NCT ഇല്ല ഗൈസ്, തപ്പി കണ്ടുപിടിക്കേണ്ട വരും. നമ്മുടെ ഇതോടെ ഗൈസ് പിന്നെയും ഗ്ലിച്ച് 2 സാധനങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്, 2 മറ്റേ ടെലിപ്പോർട്ടർ ഗൈസ്. മൈൻക്രാഫ്റ്റ് ഫുള്ള് ഗ്ലിച്ചാണ് ഗൈസ്. അപ്പം നമ്മൾ NCTയിലെത്തിയിട്ടുണ്ട്.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതല്ല എലൈറ്റർ അപ്പുറം തപ്പാനുള്ള പണിയൊന്നുമില്ല. ഷിപ്പ് എവിടെയാണെന്ന് നോക്കണം. ഇത്ര മുകളിൽ ഷിപ്പ് ഇനി കണ്ടുപിടിക്കണമെങ്കിൽ ഷിപ്പ് കണ്ടു ഗൈസ്. അതിനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല. അത്ര നമ്മളെ 31 എൻഡ് സ്റ്റോൺ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളിനി മൈനിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് അടിക്ക് കുഴിച്ചു പോവാം. രണ്ട് സ്റ്റാക്കായ നമുക്ക് നോക്കുക ഗൈസ്. 2 സ്റ്റാക്കാണ് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഗൈസ് ഞാൻ കുഴിച്ച ടണലാണത്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. എന്നിട്ട് 2 സ്റ്റാക്കായി. 2 സ്റ്റാക്കിന് എത്ര കുഴി കുഴിക്കണം എന്ന് ഞാൻ ഇപ്പോൾ അറിയണേ. ഇനി നമുക്ക് നേരെ എൻ സിറ്റി അല്ല ഷിപ്പിൽ കയറണം. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് ഷിപ്പിൽ കയറിയാൽ നോക്കണം. ഡയറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ നിന്നല്ല, കുറച്ച് സൈഡിലേക്ക് കുറച്ച് മുമ്പേക്ക് ബെസ്റ്റ് പ്ലേസ് ആയി കിട്ടി ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് ഉണക്കി പോകണം. അപ്പോൾ നമുക്ക് മുകളിലെത്തിയിട്ട് എലൈറ്റർ എടുക്കണം. അതാണ് ഈ എപ്പിസോഡിൽ. ഈ എപ്പിസോഡിൽ സ്പെഷ്യലായിട്ട് അത്ര ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും എലൈറ്റർ ഇതുവരെ എടുത്തൊന്ന് കണ്ടുപിടിക്കണ്ടേ. ദാറ്റ് ഈസ് എ ഹാർഡ് ഡിഫിക്കൽട്ടി ഫോർ എ നോർമൽ പ്ലെയർ. നല്ല കഷ്ടമാവും കഴിച്ചു ഒരു നോർമൽ പ്ലെയറിന് വരെയൊക്കെ എത്തണമെങ്കിൽ. ഞാനും എന്നെ കുറേ വട്ടം മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ശീലമായി. കുറേ വട്ടം ബീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ അത്ര ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. 5-6 വട്ടം ബീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും മൊബൈലിൽ. നമ്മൾ മൊബൈൽ ഗെയിമേഴ്സാണ്. നമ്മൾ പി സിയിലൊന്നും കളിച്ചാൽ ശരിയാവില്ല. കാരണം നമ്മൾ മൊബൈൽ പ്ലേയേഴ്സാണ്. മൊബൈലിൽ കളിച്ച് ശീലമായി. നമ്മുടെ എലൈറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 പോർഷനുണ്ട്. നമുക്ക് ഈ താഴെ കയറി പറക്കാം. നമ്മൾ വെച്ചിട്ട് നമുക്ക് പറന്ന് ഫയർ റോക്സ് ഉണ്ടാക്കണം ഗൈസ്. അതിന് ക്രീപ്പർ വേണമെങ്കിൽ ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. കുറച്ച് പണികളുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മുടെ സ്ഥലത്തെത്തട്ടെ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഞാൻ ഷൾക്കറും ഉണ്ടാക്കി ഗൈസ്. വെറുതെ ഒരു ഉപകാരമില്ലെങ്കിലും ഷൾക്കർ ഉണ്ടാക്കി. ഞാൻ എങ്ങോട്ട് പോകണമെങ്കിലും ആരോ എടുക്കാൻ മറക്കും. സ്ഥിരം പണി. ഷൾക്കർ ബോക്സ് നമുക്ക് എവിടെയെങ്കിലും വെക്കാം. ഷൾക്കറിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഔട്ട്റോ ചെയ്യാം ഗൈസ്. വീഡിയോ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ എലൈറ്റർ കണ്ടുപിടിച്ചു. ആർമർ ട്രിമ്മ് നിങ്ങളെ കാണിക്കാൻ മറന്നു. സോറി ഗൈസ്. ഇതാണ് ആർമർ ഞാൻ ട്രിം ചെയ്ത്. നമുക്ക് ആർമർ അയച്ചു വെച്ചിട്ട് നമുക്ക് ഔട്ട്റോ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇതിലത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ല, എന്നാലും കയറി ഫോളോ ചെയ്യുക ഗൈസ്. സപ്പോർട്ട് കാണിച്ചു കൊടുക്കുക. കാണുന്നവരെല്ലാവരും പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.